ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ ദാ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലഞ്ഞ് തിരിഞ്ഞ് അവസാനമില്ലാത്തൊരു ദിവസമായിരുന്നു ഇന്ന്. എന്തായാലും അതിനു മുന്നേ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞാലോ. ഇന്ന് ഞാൻ രാവിലേക്ക് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പച്ചരിയോ ഉഴുന്നോ അങ്ങനെ ഒന്നും പലഹാരത്തിനൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ച് മറ്റേ അമൃതം പൊടി കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കിയാലോ എന്ന് തലേ ദിവസം തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പരീക്ഷണമാണ് കേട്ടോ, ശരിയാവുമെന്നൊന്നും അറിയില്ല. ഞാൻ എന്തായാലും അത് ട്രൈ ചെയ്ത് നോക്കി. അസലായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ മറ്റേ ഇഡ്ഡലി മാറി നിൽക്കും, അത്രയും നല്ല ടേസ്റ്റാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതൊരു അടിപൊളി ഹെൽത്തി ഫുഡും കൂടിയാണ് കേട്ടോ. അമൃതം പൊടിയിൽ ഒരുപാട് ഹെൽത്ത് മിക്സുകൾ, അതായത് പ്രോട്ടീൻ റിച്ച് ഉള്ള ന്യൂട്രീഷൻസ് അടങ്ങിയിട്ടുണ്ട്. പയർ, കടല അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഈ അമൃതം പൊടിയിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ മറ്റു രീതിയിൽ കുറുക്ക് പോലെയൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ ആരും ഇവിടെ കഴിക്കില്ല. അപ്പോൾ ഞാനിതപ്പോൾ ഒന്ന് വെറുതെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് നോക്കിയത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. രാവിലെ തന്നെ മുട്ട കൊത്തി വരക്കണത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ചുമയായിരുന്നു. നമ്മുടെ കുഞ്ഞാറ്റയുടെ വയ്യായൊക്കെ മാറി, പക്ഷേ എൻ്റെ ചുമ കുറയുന്നില്ല. ചുമ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പ്രയാസമുണ്ട്, അതുപോലെ തന്നെ ജലദോഷവും. അപ്പോഴത്തെ ചുമ മാറാൻ വേണ്ടിയിട്ട് പണ്ടുള്ള കുറേ പൊടിക്കൈകളൊക്കെ അമ്മ ചെയ്യാറുണ്ട്. നമ്മളിവിടെ നാടൻ മുട്ട, അതിൽ ജീരകം, പിന്നെന്താ ആടലോടകത്തിൻ്റെ ഇലയൊക്കെ കൂട്ടിയിട്ട് നന്നായി വറുത്തിട്ട് കഴിക്കുന്നത് ചുമ കുറയാൻ നല്ല സഹായിക്കും. അപ്പം അങ്ങനെ ചെയ്തതാണ് കേട്ടോ. പക്ഷേ ആടലോടകത്തിൻ്റെ ഇലയൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ വെറുതെ മുട്ടയും ജീരകം കൂട്ടിയിട്ട് നന്നായി ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിക്കുകയാണ് ചെയ്തത്. വയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ നല്ല നേരം വൈകിട്ടൊക്കെ എണീച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ടൈം നോക്കിയപ്പോൾ അന്തം വിട്ടു പോയി. 9:30 ആയിട്ടാണ് കേട്ടോ എണീച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അച്ഛൻ ഇതാ ഇവിടെ രാവിലെ വരുമ്പോൾ തന്നെ മീൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വാങ്ങിച്ച സ്ഥിതിക്ക് ഞാൻ നന്നാക്കാതെ പറ്റില്ലല്ലോ. അതും കുറച്ചൊന്നല്ല, 1 കിലോയിൽ മുകളിലുണ്ടായിരുന്നു. മറ്റുള്ള മീനുകളെയൊക്കെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ് കേട്ടോ നന്നാക്കാനും അത് കഴിക്കാനും. നത്തൾ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഇവിടെ നത്തൾ എന്നാണ് കേട്ടോ പറയുന്നത്. പല സ്ഥലത്ത് എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ പേരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. അപ്പം അങ്ങനെ 1 കിലോ മീനൊക്കെ നന്നാക്കി. ഇത് നമ്മുടെ പഴയ അലുമിനിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് കേട്ടോ. അലുമിനിയം തന്നെയല്ലേ, അല്ല സ്റ്റീലിൻ്റെ അല്ല എന്തായാലും, അപ്പം അലുമിനിയം തന്നെയാവും. നമ്മൾ 2 വർഷത്തോളമായിട്ടേ ഉള്ളൂ വാങ്ങിയിട്ട്. പക്ഷേ ഇവിടെ ഗ്യാസ് കഴിഞ്ഞപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് ഈ ഒരു കളറായതാണ്. പക്ഷെ അത് ഉപേക്ഷിക്കാൻ തോന്നണില്ല. ചില സമയത്തൊക്കെ ഈ ചീനച്ചട്ടി എടുക്കട്ടെ, പെട്ടെന്ന് എന്താ പറയുക മസാല വരട്ടാനോ അതുപോലെ എന്തെങ്കിലും തട്ടിക്കൂട്ട് ഉപ്പേരി അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ഇടയ്ക്ക് എടുക്കാറുണ്ട്. കരി പിടിച്ച പാത്രം ആയതുകൊണ്ട് ഞാൻ ആദ്യം വിചാരിച്ചു കേട്ടോ, അയ്യേ ഈ കരി പിടിച്ച പാത്രം ഇപ്പോൾ വീഡിയോ ചെയ്യേണ്ടതല്ലേ, വേറൊരു പാത്രത്തിൽ ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ അപ്പോൾ അങ്ങനെ ചിന്തിക്കണേ. നമ്മൾ എന്താണോ ഉപയോഗിക്കണത്, എന്താ നമ്മൾ ചെയ്യണത്, അത് കാണാനാണ് ഒട്ടുമിക്ക പേരും ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ തന്നെയല്ലേ. അല്ലാണ്ടിപ്പോൾ നമ്മൾ വീട്ടിൽ വേറൊരു കാര്യം ചെയ്യുക, നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യം ചെയ്യുക, അങ്ങനെ കാര്യമില്ലല്ലോ. വയ്യെങ്കിൽ പോലും ഇത്രയും മീനൊക്കെ നന്നാക്കി എടുത്തു കേട്ടോ. ഇതൊക്കെ നന്നാക്കി എടുത്തപ്പോഴേക്ക് ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ എൻ്റെ വൃത്തികെട്ട സ്വഭാവത്തിലൊന്നാണ് ഡ്രസ്സിൽ തുടയ്ക്കണത്. അത് ഞാൻ എത്ര വേണ്ടെന്ന് വിചാരിച്ചില്ല, ഡ്രസ്സിൽ ഓട്ടോമാറ്റിക്കലി തുടച്ചിട്ട് പോവുകയാണ്. ഇപ്പോൾ വേറൊരു തുണി എടുത്ത് വെച്ചാലും അതിൽ പോയി തുടയ്ക്കില്ല. അതെന്താണെന്ന് അറിയില്ല, എപ്പോഴും ഡ്രസ്സിൽ തുടച്ചിട്ട് അങ്ങനെ ശീലമായിട്ടാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഡ്രസ്സൊക്കെ പെട്ടെന്ന് നാശമാവും. എന്താ പറയുക, വെള്ളം അങ്ങനെ എപ്പോഴും തുടച്ചിട്ട് കരിമന പിടിച്ച പോലെ ആവാറുണ്ട് കേട്ടോ. മീനൊക്കെ നന്നാക്കി അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ ചെയ്തത്. മീൻ വാങ്ങിച്ചാൽ എപ്പോഴും വന്ന് നന്നാക്കിയിട്ട് മസാല എപ്പോഴും പുരട്ടാറുണ്ട്. അല്ലാണ്ട് നമ്മൾ പച്ചയോട് കൂടിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാറില്ല കേട്ടോ. എപ്പോൾ കൊടുത്താലും എത്ര വയ്യെങ്കിലും നമ്മൾ ആ മസാല പുരട്ടിയിട്ട് തന്നെയാണ് കേട്ടോ വെക്കാറുള്ളത്. മീൻ നന്നാക്കാനൊന്നും വയ്യെങ്കിൽ പോലും പക്ഷെ അത് കൊടുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് നന്നാക്കിയതാണ്. അല്ലാണ്ട് നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇന്നിതേ അടുക്കളയിൽ ഒരു പടിയും ചെയ്തിട്ടില്ല. ഈ ഒരു മീൻ നന്നാക്കലല്ലാണ്ട് ചോറ് വെച്ചിട്ടില്ല, കൂട്ടാൻ വെച്ചിട്ടില്ല, ഒക്കെ ഇന്നലത്തെയാണ് കേട്ടോ. ചോറ് ഫ്രിഡ്ജിൽ തലേ ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തിളപ്പിച്ച് വറുക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ നേരം വൈകിട്ടാണ് നീച്ചതെന്ന്. അതുകൊണ്ട് തന്നെ ചോറും കൂട്ടാനൊക്കെ ചൂടാക്കിയിട്ട് അങ്ങനെ കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. അടുക്കളയൊക്കെ കിടക്കണ കോലം കണ്ട അന്തം വിടും. 2 ദിവസമായി നേരാവണ്ണം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഗ്യാസിൻ്റെ മുകളിൽ തുടച്ചിട്ടും അതുപോലെ ടോട്ടലായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് തന്നെ 2 ദിവസമായി. അത്രയും വയ്യാത്ത ദിവസം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അതല്ല, നമ്മളെത്ര ഒതുക്കിയാലും കുഞ്ഞാറ്റ വന്നിട്ട് ഓരോന്ന് വലിച്ചിടും. സനു ആയാലും അതൊന്നും എടുത്ത് നിലത്തിടും. അങ്ങനെയൊക്കെ ആകെ വൃത്തികേടാവണതാണ്. പിന്നെ അതാ എൻ്റെ തൈറോയിഡിൻ്റെ ഗുളികയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
തൈറോയിഡിൻ്റെ ഗുളിക 2 ദിവസമായിട്ട് കഴിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണമാണ്. ഇപ്പോൾ 100ൻ്റെ ഗുളിക തന്നെയാണ് കഴിക്കണത്. അപ്പോൾ എന്താണെന്നറിയില്ല 2 ദിവസമായിട്ട് കഴിക്കാത്തതുകൊണ്ട് ഭയങ്കര ക്ഷീണമുണ്ട്. കറക്റ്റായിട്ട് ഒരേപോലെ കഴിച്ചു പോകുമ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്താണെന്നറിയില്ല ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ കയറ്റിയും കൊണ്ടിരിക്കും കേട്ടോ കഴുത്ത്. അതായത് നമ്മുടെ ഈ ബനിയനല്ലേ അപ്പോൾ അതെപ്പോഴും കഴുത്ത് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടാണ്. അത് മാത്രമല്ല കുഞ്ഞാറ്റയ്ക്ക് ഫീഡ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ടോപ്പ് എപ്പോഴും ലൂസായിട്ടാണ് കേട്ടോ. റേഷൻ അരി തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ തലേ ദിവസം വൈകുന്നേരമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ രാവിലെ വെച്ചാൽ പോലും ഇപ്പോൾ അരിക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പം നല്ല ക്ലൈമറ്റില്ല, അതുകൊണ്ട് തന്നെ ചോറ് നാശാവുക അങ്ങനെയൊന്നും ചെയ്യണില്ല. പിന്നെ അത് മാത്രമല്ല ഫ്രിഡ്ജിലല്ലേ വെക്കുന്നത്. സത്യം പറഞ്ഞാൽ വെച്ച അന്നല്ല പിറ്റേ ദിവസമാണ് എന്താ പറയുക നല്ല പോലെ ചോറായിട്ട് കിട്ടുന്നത്. ഇന്നലത്തെ കൂട്ടാനും ചോറും ഒന്നും ഇല്ലെങ്കിൽ ഞാൻ കഞ്ഞിയും ചമ്മന്തിയാണ് കേട്ടോ ഇന്നത്തെ ഭക്ഷണം ഉണ്ടാവുക. അച്ഛനും അമ്മയും എന്താ ഈ ചോറും അതുപോലെ ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു, അത് കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പൊടിയരി കഞ്ഞി ഉണ്ടാക്കിയിട്ടാണ് കഴിച്ചത്. എനിക്കായിട്ട് മാത്രം ഞാൻ പൊടിയരി കഞ്ഞി ഉണ്ടാക്കിയതല്ല, നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ഉണ്ടാക്കിയപ്പോൾ ഞാനതിന്ന് കുറച്ച് കഴിച്ചതാണ്. പിന്നെ ഇതാ പുറത്ത് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അമ്മ തുണികളൊക്കെ പുറത്തേക്ക് ഇട്ടു. അപ്പോൾ ഇത്രയും നേരം കണ്ടത് നമ്മുടെ ഒരു ഉച്ച വരെയുള്ള സമയമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഉച്ച വരെ ഒരു പണിയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു മീൻ നന്നാക്കി എന്നല്ലാതെ വേറൊരു പണി ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്ങനെ ഈ ഒരു നേരം വരെ സമയം പോയതെന്ന് മാത്രം അറിയില്ല. പെട്ടെന്ന് സമയം പോകുന്നുണ്ട്. സനിയോ അതിനൊന്നും ചെയ്യണ്ട പൊന്നാ. ഇതേ കണ്ടില്ലേ, ഒരു കുന്നോളം തുണികളൊക്കെ മടക്കി വെക്കാണ്ട് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. വൈകുന്നേരം ഞാൻ എന്തായാലും വിചാരിച്ചു എന്തായാലും ഡോക്ടറെ കാണിക്കാൻ പോയി. ഇതിപ്പോൾ ചുമ ഇതൊന്നും കുറയാണ്ടിരുന്ന ബുദ്ധിമുട്ടല്ലേ. കുഞ്ഞാറ്റ അണിച്ച പാല് കുടിക്കുന്നതുമാണ്. ഇപ്പോൾ ഇതാ വൈകുന്നേരം 5 മണി വരെ നമ്മുടെ ഇവിടെ ഷൊർണൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് പോണത്. അപ്പോൾ ഇതാ ഒരു 3:30 ടൈമിലൊക്കെയാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഹോസ്പിറ്റലിലേക്ക് പോകാൻ മാത്രമല്ല വേറെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഞാൻ പറയേ, അലഞ്ഞ് തിരിഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടെന്ന്. ആദ്യം നേരെ ഷൊർണൂർ പോയി ബസ് ഇറങ്ങിയിട്ട് നമ്മളിവിടെ അക്ഷയയിലേക്കാണ് പോയത്. കുഞ്ഞാറ്റയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാനും അതുപോലെ സനുവിൻ്റെ ആധാർ ശരിയായിട്ടുണ്ടെങ്കിൽ അതും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം അങ്ങോട്ടാണ് കേട്ടോ പോയത്. പക്ഷെ അവിടെ പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തിരിച്ചു പോന്നു. പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ എൻ്റെ തൈറോയിഡിൻ്റെ ഗുളിക കഴിഞ്ഞു. അപ്പോൾ തൈറോയിഡിന് ഫിസിഷ്യൻ്റെ ഡോക്ടറെ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. അമ്മേനെയും കുഞ്ഞാറ്റേനെയും ഞാൻ ഇവിടെ ഫിസിഷ്യൻ്റെ ഡോക്ടറുടെ അവിടെ ഇരുത്തുകയാണ് ചെയ്തത്. പിന്നെ അതാ ഞാനും സനും കൂടിയിട്ട് നേരെ പോയിട്ട് തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാനാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കാണിക്കാൻ. അപ്പോൾ അമ്മേനെ അവിടെ എന്ത് ഇരുത്തിയെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഞാനിവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ച് തിരിച്ചു വരുമ്പോൾ അത്യാവശ്യം നല്ല ലേറ്റ് ആവും. ഒരുപാട് പേരുടെ കഴിഞ്ഞിട്ട് വേണ്ട കയറാൻ. അപ്പോൾ അമ്മ ഇരിക്കുകയാണെന്ന് വെച്ചാൽ അങ്ങനെ അമ്മ ഇരിക്കുന്ന ഗ്യാപ്പിൽ അങ്ങനെ കയറാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടെ പോയിട്ട് കുഞ്ഞാറ്റേനെ കൊണ്ട് ഇരിക്കുന്നതിൽ നല്ലത് ഇവിടെ സ്വസ്ഥമായിട്ട് ഇവിടെ വീട്ടിലാണ് കേട്ടോ ഫിസിഷ്യൻ ഡോക്ടർ നോക്കണത്. അപ്പോൾ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാൻ കേട്ടോ. നമ്മൾ തൈറോയിഡിൻ്റെ റിസൾട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടാറുള്ളത് എല്ലായിടത്തും. പക്ഷേ ഇവിടെ 20 മിനിറ്റിൻ്റെ ഉള്ളിൽ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് തരാനൊക്കെ പറഞ്ഞപ്പോൾ അവിടുത്തെ സിസ്റ്റർ വീഡിയോ ഒക്കെ എടുത്ത് തന്നതാണ്. ആദ്യമൊക്കെ സത്യം പറഞ്ഞാൽ ബ്ലഡ് എടുക്കുകയെന്ന് കേൾക്കുമ്പോഴേ പേടിയായിരുന്നു. സനു കണ്ടില്ലേ അപ്പുറത്തെ സൈഡിൽ പോയിട്ട് പേടിച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ കുത്തിയിട്ടും ബ്ലഡ് എടുത്തിട്ടും എല്ലാം സെറ്റായി. പിന്നെ അതാ ഞങ്ങൾ നേരെ മാസ്കൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ ഷൊർണൂർ കുന്നുംപുറം ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് പോണത്. പുറത്തധികം തിരക്കൊന്നുമില്ല, വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചപ്പോൾ ഉള്ളിലോ ഭയങ്കര തിരക്കായിരുന്നു. 280 എത്രയൊക്കെ ആയിരുന്നു കേട്ടോ ടോക്കൺ ഉണ്ടായിരുന്നത്. രാവിലെ വരികയാണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഇരിക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല, അതിരി തിരക്കാവും. ഇതിപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം 5 മണി ആ നേരത്തൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ പേര്, അഡ്രസ്സ്, വയസ്സ്, സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ ടോക്കണൊക്കെ വാങ്ങി.
ടോക്കൺ നമ്പർ വിളിക്കുന്നത് 280 ഒക്കെ ആയിരുന്നു. പക്ഷേ എൻ്റെ ടോക്കൺ 300 സംതിങ് ഒക്കെ ആയിരുന്നു കേട്ടോ. എന്നാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞുകൊണ്ട് വേഗം അരമണിക്കൂർ അല്ല 3/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ പോരാൻ പറ്റിയിട്ടോ. പൊതുവേ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ അവർ ചുമയ്ക്ക് ഒരു കുപ്പി ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഡോക്ടറെ കാണിക്കുന്നതിൻ്റെ മുന്നേ സനുവിനോട് പറയുമായിരുന്നു, അയ്യോ കുപ്പി എടുത്തില്ല, ഇനിയിപ്പോൾ മരുന്ന് വാങ്ങാൻ എന്താ ചെയ്യാനൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് തന്നെ നമുക്ക് ചുമയ്ക്ക് മരുന്ന് അവർ തന്നു കേട്ടോ. പിന്നെ ഇതാ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോരുമ്പോൾ റിസൾട്ടൊക്കെ വാങ്ങി കേട്ടോ. റിസൾട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നോർമലായിരുന്നു കേട്ടോ. പിന്നെ അതാ നേരെ നമ്മൾ ഫിസിഷ്യൻ ഡോക്ടറുടെ അടുത്ത് പോയി ഡോക്ടറെ കാണിച്ചു. അപ്പോൾ തൈറോയിഡിൻ്റെ ഗുളിക നമുക്ക് 100ൻ്റെ ഡോസ് കുറച്ചിട്ട് 82ൻ്റെ ആക്കി തന്നിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, തൈറോയിഡൊക്കെ നോർമലായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നേരെ അക്ഷയയിലേക്ക് വന്നു. കുഞ്ഞാറ്റയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങി, സനുവിൻ്റെ ആധാർ വാങ്ങി. ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരേ സ്ഥലത്തായിരുന്നു. നന്നായി. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യുക, 10 തവണ നടന്നതുകൊണ്ട് കാര്യങ്ങൾ നടന്നു. ഇങ്ങനെ ആരെങ്കിലും ഒറ്റ ട്രിപ്പിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഒന്നിച്ച് ചെയ്യും കേട്ടോ. അപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു. ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങി, ആധാരം എടുത്തു, ഫിസിഷ്യൻ തൈറോയിഡിനെ കാണിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോരുമ്പോൾ ദാ നമ്മുടെ പാലം എന്താ ഞാൻ പൊട്ടിയത് ഇപ്പോഴാണ് കേട്ടോ നേരിട്ട് കാണുന്നത്. നമ്മൾ വീഡിയോയിൽ കാണുക എന്നല്ലാണ്ട് ആ ഒരു മഴ പ്രളയത്തിന് ശേഷം ഇപ്പോഴാണ് കറക്റ്റായിട്ട് ഈ പാലം കാണുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വിശേഷം ഇത്രയേ ഉള്ളൂ. നടന്ന് വലഞ്ഞൊരു ദിവസമാണ്. പിന്നെ ഒരു കാര്യം, ഇന്ന് മാത്രമാണ് കേട്ടോ സനുവിനെയും കൊണ്ട് പുറത്ത് പോയിട്ട് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാത്തത്. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ.